ട്വൽത്ത് കഴിഞ്ഞ് നീറ്റ് യു ജി എഴുതാൻ പോകുന്ന കുട്ടികളോട് എക്സാമിനേഴ്സിന്റെ സൈക്കോളജി അറിഞ്ഞു കഴിഞ്ഞാൽ എക്സാം ഹാളിൽ അധികം വെള്ളം കുടിക്കണ്ട. നമ്പർ 1, ഗേറ്റ് കീപ്പിംഗ് മെന്റാലിറ്റി. ഈ എക്സാമിനേഴ്സ് അവരെ തന്നെ ഗേറ്റ് കീപ്പേഴ്സ് ആയിട്ടാണ് കാണുന്നത്. അതായത് അവർക്ക് ബെസ്റ്റ് വണ്ണിയാണ് വേണ്ടത്, ജസ്റ്റ് ആവറേജിനല്ല. അപ്പോൾ അവർ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബൈഹാർട്ട് പഠിച്ചവരിൽ നിന്നും ആക്ച്വലി കോൺസെപ്ച്വൽ ആയിട്ട് പഠിച്ചവരെ വേർതിരിച്ചെടുക്കാനുള്ള ശ്രമം നടത്തും. 2, റെസ്പെക്ട് ഫോർ ദ സബ്ജക്ട്. ഓരോ എക്സാമിനേഴ്സും അവരുടെ സബ്ജക്ട് ഡീപ്ലി റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് ഈക്വലി റെസ്പെക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെയാണ് ഇവർ കൂടുതലും തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അതായത് സൂത്രപ്പണികളിലൂടെ മാത്രമല്ലാതെ നല്ല രീതിയിൽ ആ സബ്ജക്ട് മനസ്സിലാക്കി പഠിക്കുന്നവർക്ക് ഈസി ആയിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ ചോദിക്കുന്നുണ്ടാവുക. നമ്പർ 3, ഡിസൈനിങ് ദ മെന്റൽ ട്രാപ്സ്. കെയർലെസ് ആയിട്ട് ഓവർ കോൺഫിഡന്റ് ആയിട്ട് ചുമ്മാ സൂപ്പർഫിഷ്യലി മാത്രം ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാതെ ആൻസർ എഴുതാൻ ട്രൈ ചെയ്യുന്ന കുട്ടികളെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. അതായത് വിച്ച് ഈസ് നോട്ട്, വിച്ച് ഈസ് ദ എബവ്, നോട്ട് ട്രൂ, നോട്ട് ഫോൾസ്, അങ്ങനത്തെ കുറെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത കുറെ വേർഡ്സ് അവർ അതിൽ ആഡ് ചെയ്യും. നിങ്ങളത് നല്ല കെയർഫുൾ ആയിട്ട് നോക്കണം. കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു സിലി മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റാങ്കിന് ഭയങ്കരമായിട്ട് ബാധിക്കും. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തൊരു തെറ്റായിരിക്കും. 4th one, ബാലൻസിങ് ചാലഞ്ചസ് വിത്ത് ഫെയർനെസ്. അതായത് അവർക്ക് കാൻഡിഡേറ്റ്സിനെ നന്നായിട്ട് ചലഞ്ച് ചെയ്യണമെന്നുണ്ടാവും, ബട്ട് എന്നാലും അവർ അൺഫെയർ ആയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ട്രിക്കി ആയിരിക്കും, ബട്ട് ഇമ്പോസിബിൾ ആയിരിക്കില്ല. നമുക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ അത് ക്വസ്റ്റ്യൻ തൊടാൻ പറ്റില്ല എന്നുണ്ടാവും, പക്ഷെ അതിൽ പാനിക് ആവരുത്. നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എഴുതാൻ പറ്റും. വളരെ കാമായിട്ട് നല്ല രീതിയിൽ നല്ല ഓപ്പൺ മൈൻഡഡ് ആയിട്ട് അതിനെ എല്ലാ കോൺസെപ്റ്റ്സും ഓർത്തെടുത്ത് അപ്രോച്ച് ചെയ്താൽ സോൾവ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഫോളോ ഫോർ പാർട്ട് 2.